രാജ്യാന്തര അവയവക്കടത്ത് കേസ് കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുത്തേക്കും. സംഘത്തിൽ മലയാളികൾ ഉൾപ്പെടെ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിഗമനം. പാലക്കാട് സ്വദേശിയടക്കം 20 പേരെ വൻതുക വാഗ്ദാനം ചെയ്ത മുഖ്യപ്രതി സാബിത്ത് ഇറാനിലേക്ക് കടത്തിയെന്നതാണ് കണ്ടെത്തൽ. കേസിൽ ഒരാളെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സാമ്പത്തിക വാഗ്ദാനം നൽകി ഇന്ത്യയിൽ നിന്ന് ആളുകളെ ഇറാനിലെത്തിച്ച് അവയവദാനം നടത്തിക്കുന്ന സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായ തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസർ. പാലക്കാട് സ്വദേശിയടക്കം 20 പേരെ ഇയാളും സംഘവും അവയവദാനം ചെയ്യിപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ. 19 പേർ ഉത്തരേന്ത്യക്കാരാണ്. വ്യാജ ആധാർ കാർഡും പാസ്പോർട്ടും നിർമ്മിച്ചാണ് വിദേശത്ത് എത്തിച്ചത്. ചിലർ അവിടെ വെച്ച് മരിച്ചതായും സംശയമുണ്ട്. 5 വർഷമായി സബിത്ത് ഇറാനിൽ താമസിക്കുകയാണ്. കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തെ തുടർന്ന് എമിഗ്രേഷൻ വിഭാഗം ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സംഘത്തിൽ പെട്ടതെന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇറാനിലെ ഫരീദി ഖാൻ ആശുപത്രിയിൽ വെച്ചാണ് അവയവദാനം നടത്തുന്നത് എന്നാണ് വിവരം. വൃക്ക നൽകാൻ തയ്യാറായാൽ 60 ലക്ഷം രൂപ വരെയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. നടപടിക്രമങ്ങൾ എളുപ്പമാണെന്നും വിശ്വസിപ്പിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളിൽപ്പെട്ടവരെയാണ് കബളിപ്പിക്കുന്നത്. എന്നാൽ വൃക്കദാനം ചെയ്തു കഴിയുമ്പോൾ വാഗ്ദാനം ചെയ്ത തുകയുടെ 1/4 പോലും ഇവർ നൽകിയില്ലെന്നും കണ്ടെത്തി. റിപ്പോർട്ടർ, കൊച്ചി.